അങ്ങനെ പരപരാ വെളുക്കുന്നു. നമ്മളിതാ ഒരു യാത്രയ്ക്ക് ഇറങ്ങാണ്. യാത്രയെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അമ്പലത്തിലോട്ടാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ അപ്പുറത്തുള്ള അമ്പലമാണ്, നമ്മൾ തൊട്ടപ്പുറത്താണ്. അവിടെ കയറി തൊഴുതു. കണ്ടോ, നല്ല ചുമന്ന ആകാശമായിട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെ പരപരാ വെളുത്തു വരുന്ന സമയത്ത് നമ്മളത് വീട്ടിലെത്തി. അപ്പോൾ അത് ആ കെട്ട്, അതായത് നമ്മളെ ചോറിൻ്റെ കെട്ട് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഓച്ചിറയിലോട്ടാണ് ആദ്യമേ പോയത്. നമ്മൾ പൊടിയിലെ നാളുതൊട്ട് മുടങ്ങാത്തൊരു സംഭവമാണ് കേട്ടോ ഈ അമ്പലങ്ങളിലെല്ലാം. ഓച്ചിറ, മണ്ണാർശാല, ഹരിപ്പാട്. അങ്ങനെ നേരെ ചോറൊക്കെ പൊതിഞ്ഞ് റോഡിൻ്റെ സൈഡിൽ ഇരുന്ന് തിന്നുമ്പോൾ വീട്ടിൽ കിട്ടാത്തൊരു സ്വാദാണ്. ഓച്ചിറയിൽ നിന്ന് ഇറങ്ങി ഹരിപ്പാടോട്ട് വന്ന്, അപ്പോൾ അവിടെ തൊഴുതിറങ്ങിയപ്പം നമ്മളെ മയിലുണ്ടല്ലോ, സ്ഥിരം ഇതാണല്ലോ. അപ്പം അവിടെ കയറി കണ്ടു. ഒരു മയിലേ ഉള്ളായിരുന്നു തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ മണ്ണാർശാലയിലോട്ട് വന്നു. നല്ല തിരക്കായിരുന്നു, അവധി ദിവസം ആയതുകൊണ്ട് തന്നെ. അവിടെ വെച്ച് നമ്മളൊരു പ്ലാറ്റ്ഫോം കെട്ടിയിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മൾ ഇഡലിയും സാമ്പാറും വറുത്ത ചമ്മന്തി ഉണ്ടല്ലോ, തേങ്ങ പൊടിച്ച അതും മറ്റേ ദോശപ്പൊടി അതെല്ലാം കൂടെ ഒരു പിടി പിടിച്ച് പിന്നെ നമ്മളിതാ കുറച്ച് നേരം അവിടെ ഇരുന്നെന്ന് പറഞ്ഞാൽ ആ ഒരു തിന്നേൻ്റെ ഇതിൽ തന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് വളയും മാലയും കമ്മലും അങ്ങോട്ട് തന്നെ ആകർഷിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഞാനും മക്കളും അങ്ങോട്ട് കയറുന്നതുകൊണ്ട് അമ്മയും കയറി. പിന്നെ അവിടെ നിന്ന് അടിയായി വഴക്കായി കുറേ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച് ഞാനും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്തായാലും ചന്നം പന്ന അവിടെ നിന്ന് മൊത്തം പറക്കി എടുത്തിട്ടുണ്ട്. പണ്ടേ ഉത്സവപ്പറമ്പിലും ഇതിനൊക്കെയുള്ള അമ്പലങ്ങളിലും പോകുമ്പോഴാണ് ക്ലിപ്പ് വാങ്ങിക്കാറ്. അവിടെ നിന്ന് നേരെ മണ്ണാർശാലയിലെ പായസവും വാങ്ങിച്ച് പായസവും കഴിച്ച് കുറച്ച് നേരം വണ്ടിയിലിരുന്നു. നമ്മൾ നേരെ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയാം, അമ്പലപ്പുഴയിലോട്ടാണ്. ഇപ്പം അമ്പലം അടച്ച് കാണും. പക്ഷെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും നമ്മൾ ചോറ് പോയിന്നല്ല, അത് കൊണ്ടുവന്ന് അവിടെ വെക്കും. എന്നിട്ട് കുറച്ച് കുളമൊക്കെ ഉണ്ടല്ലോ, കുളത്തിൽ ഇറങ്ങത്തൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒരു 2 മണി 3 മണി ആകുമ്പോഴത്തേക്ക് ചോറൊക്കെ കഴിച്ചിട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ ചോറ് കഴിക്കാൻ വന്നു. അതിനകത്താണ് കേട്ടോ, അവിടെ ഇരുന്ന് കഴിക്കാൻ കുഴപ്പമില്ല, ചോദിച്ചിട്ടാണ് നമ്മൾ ഇരുന്നത്. പിന്നെ നമ്മൾ ചോറൊക്കെ പോയി എന്താണെന്ന് പറയുക, വാഴയില വാട്ടി നല്ല ചോറ്, ചമ്മന്തിപ്പൊടി, അച്ചാറ്, തൈര്, ഉപ്പ്, ഗ്രാൻഡ് ഊണായിരുന്നു. പിന്നെ അതിനുശേഷം കോട്ടയിലെ കുരങ്ങനിരിക്കുന്ന ഒരാളെ കാണാം, ഇപ്പം കാണാം. ക്യൂ നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും നേരെ ക്യൂ ആണ്. അത് കയറാൻ വേണ്ടി തന്നെ ക്യൂ ആയിരുന്നു. അവരുടെ ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. അതിനുശേഷം നമ്മളതായി ഇറങ്ങി നേരെ ഇനി കൊല്ലത്തിലോട്ട് പോവാണ്. കൊല്ലത്ത് ചെന്നിട്ട് ആഹാരം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കൊല്ലത്തേക്ക് നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ ഇത് ബസിനയുടെ ഓപ്പോസിറ്റുള്ളൊരു സുപ്രഭാതമാണോ തോന്നുന്നു, അവിടെ കയറി കഴിച്ചു. അവിടെ എന്താ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു വെച്ചാൽ അത്രയും തിരക്കില്ലായിരുന്നു, എന്നാലും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഇരുന്ന് സെറ്റായി കൈയൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും നമ്മൾ സാദാ ദോശ, പിന്നെ 2 സാദാ ദോശ, പിന്നെ 1 മസാല ദോശ, പിന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ ഞാൻ കൊത്തു പൊറോട്ടയാണ് കേട്ടോ വാങ്ങിച്ചത്. എല്ലാം വെജിറ്റേറിയൻ. അപ്പോൾ നല്ല അടിപൊളി യാത്രയായിരുന്നു. അമ്പലമൊക്കെ കണ്ട് നേരെ കട്ടിൽ പോയി കിടന്നു.